എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ് എടുക്കുന്നത്. പഴനിയിലേക്കാണ് യാത്ര. ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 6:30 പുറപ്പെട്ടാണ്. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനും ഏട്ടനും മക്കളും പിന്നെ അമ്മയുണ്ട് കൂടെ. ഇതിപ്പോൾ അവിടെ എത്താറായിട്ടൊന്നുമില്ല, തമിഴ്നാട് കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര നീറ്റാണ് കേട്ടോ. ഹൈവേയിലൊക്കെ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകാമെന്ന് പറഞ്ഞ പോലെ അത്രയും നല്ല റോഡാണ്. കണ്ടില്ലേ, അങ്ങറ്റം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, എല്ലായിടത്തും ഓരോ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, നല്ലൊരു അമ്പലം. എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെ അമ്പലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില സ്ഥലത്ത് വീടിൻ്റെ മുമ്പിൽ ഇത് കണ്ടില്ലേ, വാഴ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. അതുപോലെ വീടുകളും ബിൽഡിങ്ങും ഒക്കെ ഇതാ വേറൊരു അമ്പലം കണ്ടില്ലേ, ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടേക്ക് വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു, കയറാൻ പറ്റി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല, നട അടച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടല്ലോ, നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റിലൊന്നിങ്ങനെ വെറുതെ ഞങ്ങൾ ചുറ്റി. ഒരു പാറയുടെ മുകളിലാണ്, പടികളുണ്ട്, ഒരുപാട് പടികളുണ്ട്. അതുപോലെ പാറയിലും ചെറിയ പടികൾ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറാനാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടില്ലേ, അധികം ബിൽഡിങ്ങുകളൊന്നുമില്ല. അപ്പുറവും ഇപ്പുറവും ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടോ. ബിൽഡിങ്ങൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത്. വരുന്ന വഴിയൊക്കെ ഇങ്ങനെ പാടങ്ങളും പിന്നെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങൾ, തെങ്ങിൻതോപ്പൊക്കെ ആയിട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മറ്റേ വിൻഡ് മില്ലുണ്ടായിരുന്നു, അതൊക്കെ ഒരുപാട് കാണാൻ പറ്റി. ബിൽഡിങ്ങൊക്കെ വളരെ ചെറുതാണ്. നമ്മളിവിടെ കേരളത്തിലെ പോലെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കുറവാണ് കേരളത്തിൽ. കാരണം എല്ലായിടത്തും ബിൽഡിങ് തന്നെയല്ലേ. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഒരുപാട് സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആകാശം നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മളെവിടെയും നിർത്തിയില്ല കേട്ടോ, അങ്ങനെ എവിടെയും ഇറങ്ങിയൊന്നുമില്ല. നല്ല വെയിലായിരുന്നു. ഒക്കെ വണ്ടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തത്, മൊബൈലിൽ. ഇതിനിടയ്ക്ക് നമ്മൾ ഹോട്ടലുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ കണ്ണനൊന്ന് ഇറങ്ങി അന്വേഷിക്കാൻ പോയി. അവിടെ ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ എന്താ തക്കാളിച്ചോറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ആർക്കും ഇഷ്ടമാവില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അടുത്തടുത്തൊന്നും അങ്ങനെ വലിയ ഹോട്ടലുകളൊന്നും കാണാനില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മളവിടെ സൈഡാക്കി. അതുപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് തന്നെയായിരുന്നു, അധികം തിരക്കൊന്നുമില്ലാത്തൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ അവിടെ മുള വെച്ചിട്ടാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മുളയാണ് ചുറ്റിലും അങ്ങനെ വെച്ചിട്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ അവിടുത്തെ ഹോട്ടലാണെങ്കിലൊക്കെ. ചെറിയ കടയാണെങ്കിൽ പോലും, ചായക്കടകളിൽ പോലും നല്ല നീറ്റാണ്. നമുക്കങ്ങനെ ഒരു ഇതൊന്നും തോന്നുന്നു. അതുപോലെ പെട്രോൾ പമ്പിൽ ബാത്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തൊരു വൃത്തിയാണെന്നറിയാം. നമുക്കങ്ങനെ ഒരു ഇതും തോന്നിയിട്ടില്ല. നല്ല വൃത്തിയാണ് അവിടെ. എല്ലാ സ്ഥലത്തും നല്ല വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ. അപ്പുറത്ത് വയലാണ്. ഹോട്ടലിൻ്റെ ഉൾവശം കണ്ടില്ലേ, ഭയങ്കര നീറ്റാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഊണാണ് ചോദിച്ചത്. അപ്പം നമ്പൂട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. കണ്ണനും ബിരിയാണി ആക്കി. ഞങ്ങൾ 3 പേരും ചോറാണ് കഴിച്ചത്. ചോറ് കഴിച്ചിട്ട് അവർ നോൺ വെജും വെജും വേറെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ
കുറച്ച് കുറവ്. നമുക്ക് നമ്മളെ കേരളത്തിലെ ഫുഡ് ഭയങ്കര വ്യത്യാസമാണ്. നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല, എന്നാലും കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. അവിടെ എത്തിയതിന് ശേഷമുള്ളതൊക്കെ. നമ്മളിത് അവിടെ എത്തിയതിൻ്റെ